തങ്ങളുടെ വരുമാനത്തെക്കുറിച്ച് ഭക്ഷ്യവകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവന തെറ്റെന്ന് റേഷൻ വ്യാപാരികൾ. മന്ത്രിയുടെ പ്രസ്താവന റേഷൻ വ്യാപാരികളെ വേദനിപ്പിക്കുന്നത്. വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്നും വിമർശനം. റേഷൻ വ്യാപാരികളുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ നടത്തിയ പ്രസ്താവനയിലാണ് റേഷൻ വ്യാപാരികൾ പ്രതിഷേധമറിയിക്കുന്നത്. സംസ്ഥാനത്തെ 10,000 വ്യാപാരികൾക്ക് മാസം 30,000 രൂപയ്ക്ക് മേൽ വരുമാനമുണ്ടെന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. എന്നാൽ ഇത് തെറ്റെന്നാണ് കണക്കുകൾ പുറത്തുവിട്ട വ്യാപാരികൾ വാദിക്കുന്നത്. വ്യാപാരികൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ആകെയുള്ള 13,607 റേഷൻ ലൈസൻസുകളിൽ 8,655 പേരും 25,000 രൂപയിൽ താഴെ മാത്രം മാസവരുമാനമുള്ളവരാണ്. 25,000-നും 30,000-നും ഇടയിലുള്ള വിഭാഗത്തിൽ 1,600 പേരുടെയും മാസവരുമാനം 28,000 രൂപയിൽ താഴെ. ഇതിൽ നിന്ന് വേണം കടവാടകയും വൈദ്യുതി ചാർജും സെയിൽസ്മാന്റെ ശമ്പളവും മറ്റും നൽകാൻ. ഈ വരുമാനത്തിൽ നിന്നും വ്യാപാരികൾ എന്തെല്ലാം ചെയ്യണം? കടവാടക, സെയിൽസ്മാന്റെ ശമ്പളം, മറ്റു ചെലവുകൾ, ലൈസൻസ് ഫീസ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഞങ്ങളുടെ ദൈനംദിന ചെലവുകൾ, ഇതെല്ലാം കഴിച്ചാൽ ഒരു വ്യാപാരിക്ക് ബാക്കിയാകുന്നത് 4,000 മുതൽ 6,000 വരെയാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണം. റേഷൻ വ്യാപാര അവസ്ഥ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് 2 കുടുംബമുണ്ട്. അതാണ് 2 കുടുംബമാണ്. 2 കുടുംബം ഞങ്ങൾക്കുണ്ട്, വ്യാപാരിയും സെയിൽസ്മാനും. ഈ 2 കുടുംബം ജീവിക്കുന്നത് ഈ തുച്ഛമായ വരുമാനം കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കടവാടകയിൽ സെയിൽസ്മാൻ്റെ ശമ്പളം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ബാക്കിയില്ലാത്ത അവസ്ഥ. ഞങ്ങളെ ക്ഷേമനിധി എന്താ? ക്ഷേമമില്ലാത്ത ക്ഷേമനിധി. റേഷൻ വ്യാപാരികളുടെ വേതന വർധനവടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ 27 മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ ഉറച്ച് മുന്നോട്ട് പോവുകയാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.